വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് ഈ മാസം 27-ന് തറക്കല്ലിടുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മുഖ്യമന്ത്രിയായിരിക്കും തറക്കല്ലിടുകയെന്നും മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അവിടെ ടോപ്പോഗ്രാഫിക്കൽ സർവേയും ജിയോളജിക്കൽ സർവേയും ഹൈഡ്രോളജിക്കൽ സർവേയും സോയിൽ ടെസ്റ്റിംഗും ഉൾപ്പെടെ കഴിഞ്ഞ് ഭൂമി ബോണ്ട് അനുസരിച്ച് 10 ദിവസത്തിനകം ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ നടപടി പോയി എന്ന് മാത്രമല്ല സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. അമൽ തേരമ്പറമ്പിൽ നിയമസഭയിൽ നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നമ്മൾ ഈ പുനരധിവസിപ്പിക്കപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിലെയൊക്കെ ആശയക്കുഴപ്പങ്ങളൊക്കെ ദൂരീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ കൊണ്ടുവരികയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. റവന്യൂ മന്ത്രിയുടെ മറുപടിയിൽ എന്താണ്? തൃപ്തരല്ലല്ലോ പ്രതിപക്ഷം സഭ വിട്ടു പോവുകയും ചെയ്തു. എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ ഉണ്ടായത്? വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 8 മാസം കഴിഞ്ഞിട്ടും, അപകടം നടന്നിട്ടിപ്പോൾ 8 മാസം കഴിയുന്നു. 8 മാസം കഴിഞ്ഞിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ടി സിദ്ദിഖ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച സമയത്ത് മന്ത്രി സർക്കാർ എടുത്ത നടപടികൾ വിശദീകരിക്കുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനമില്ലായ്മയാണ് വയനാട് പുനരധിവാസം ഇങ്ങനെ നീളാനുള്ള കാരണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം തന്നെ സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ഈ പറയുന്ന ദുരിതബാധിതരുടെ പട്ടികയുണ്ട്. ആ പട്ടികയിൽ സർവത്ര പ്രശ്നമാണ്, അപാകതയാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറ്റൊരു വിമർശനം. അതിൽ പല ആളുകളും ഉൾപ്പെട്ടിട്ടില്ല. ദുരന്തത്തിൽ വീട് പോയവർ, അതോടൊപ്പം തന്നെ അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്നവർ തുടങ്ങിയവർക്കൊന്നും അവരെയൊന്നും ഉൾപ്പെടുത്താതെയുള്ളൊരു പട്ടികയാണ്. അതിനാൽ തന്നെ അശാസ്ത്രീയമായി ഈ പട്ടിക ആദ്യം തന്നെ തിരുത്തണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം ആവശ്യപ്പെട്ടത്. എന്നാൽ പട്ടികയിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി സഭയെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അവിടെയുള്ള ആളുകളുടെ തുടർ ചികിത്സയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പണം, അപകടത്തിൽ പരിക്കേറ്റവരെ തുടർ ചികിത്സയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത് വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. ആ 5 ലക്ഷം രൂപ കൊണ്ട് എന്താകാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ശരത്ലാൽ കൃപേഷ് വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ പോലും സർക്കാർ കോടികൾ ചിലവാക്കുമ്പോഴാണ് ഈ ദുരിതബാധിതരുടെ കാര്യത്തിൽ 5 ലക്ഷം മാത്രം കൊടുത്ത് അപമാനിക്കുന്നത് എന്നുള്ളതായിരുന്നു മറ്റൊരു വിമർശനം. എന്തായാലും ഈ മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം സഭ വിട്ടു പോവുകയും ചെയ്തു. രജീഷ്. ശരി, അമൽ തേരമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.